നമസ്കാരം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളാണോ? സ്വന്തമായി യൂട്യൂബ് ഉണ്ടോ, ഫേസ്ബുക്ക് ഉണ്ടോ? എങ്കിൽ വലിയൊരു സുവർണാവസരം വന്നിരിക്കുകയാണ്. 5000 മുതൽ 50,000 രൂപ വരെ ഓരോ വീഡിയോയ്ക്കും കിട്ടും. നല്ല പ്രചാരമുള്ള നല്ല ഭാഷയിൽ തയ്യാറാക്കുന്ന വീഡിയോ ഉണ്ടെങ്കിൽ, ജനങ്ങളെ ആകർഷിക്കുന്ന രൂപത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ രമേശ് ചെന്നിത്തലയോ വി ഡി സതീഷിനെയോ സപ്പോർട്ട് ചെയ്യുന്നത് മാറ്റി അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ചെയ്യുകയും KC വേണുഗോപാലിന് അനുകൂലമായി വീഡിയോ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്കൊരു വീഡിയോയ്ക്ക് എത്ര കിട്ടും? 50,000 രൂപ വരെ. ഇത് വെറുതെ പറയുന്നതല്ല. എന്നോട് ഇന്നലെ അർജൻറ്റായി 3 പേരാണ് ബന്ധപ്പെട്ടത്. ഏകദേശം ഒരു 9:30-10 മണിയോട് കൂടിയിട്ടാണ് ബന്ധപ്പെട്ടത്. ഉടനെ മറുപടി നൽകണമെന്നാണ് 3 പേരും ആവശ്യപ്പെട്ടത്. ഡൽഹി എന്നുള്ള ഒരു ഏജൻസി വഴിയാണ്, PR ഏജൻസി വഴിയാണ് അവർ ഓഫർ ഉള്ളത്. അത് അവർക്ക് കമ്മീഷൻ, ഇവിടെ ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ ഇവിടുത്തെ ചില ചാനലുകാരാണ്, അതായത് ഓൺലൈൻ ചാനലുകാരാണ്. അവർക്ക് അതിൻ്റെ ഒരു കമ്മീഷൻ കൊടുത്താൽ മതി, ബാക്കി പൈസ നമുക്ക് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇത് പറഞ്ഞ് ക്ലിയർ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര തമാശ തോന്നി. ഞാൻ കഴിഞ്ഞ ഇലക്ഷനിലും എനിക്ക് ചില പാർട്ടികളുടെ ഓഫർ ഉണ്ടായിരുന്നു. ഞാനത് സ്വീകരിച്ചിട്ടില്ല. ഞാനൊരു ഇലക്ഷനിലും ആരുടെയും ഓഫർ സ്വീകരിക്കാറില്ല. കാരണം എനിക്ക് സ്വന്തമായിട്ടുള്ള താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതിന് ഏതറ്റം വരെ ഞാൻ പ്രവർത്തിക്കാറുണ്ട്. കഴിഞ്ഞ തവണ നമുക്കറിയാം, പിണറായി വിജയൻ ഇവിടെ നിന്ന് ഭരണം ഒഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 5 വർഷമായി തുടർച്ചയായി വാർത്ത ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്നെ അതിൻ്റെ പേരിൽ 3 തവണ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലടച്ചു. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്തു, എന്തെല്ലാം കടത്തിക്കൊണ്ടുപോയി. എന്നിട്ടും അവസാന നിമിഷം വരെ മാർക്സിസ്റ്റ് പാർട്ടി രക്ഷപ്പെടണമെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി പ്രതിപക്ഷത്ത് വരണം. മാർക്സിസ്റ്റ് പാർട്ടി പ്രതിപക്ഷം വന്നാൽ പോരാ, പുതിയ ആളുകൾ, വ്യക്തിത്വമുള്ള നിലപാടുള്ള ആളുകൾ അതിൻ്റെ തലപ്പത്ത് വരണം. എന്നിട്ട് ആ പാർട്ടിയെ രക്ഷിക്കണം, എന്നിട്ട് പോരാട്ടം നടത്തി വീണ്ടും തിരിച്ചു വരണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ആളാണ് ഞാൻ. അതേസമയത്ത് ഭരണത്തിൽ UDF വരണം, അതിന് നിലപാടുള്ള, ഇപ്പോൾ 5 വർഷം വർക്ക് ചെയ്ത VD സതീശനും വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. വെറുതെ ഒരു ദിവസം കൊണ്ട് VD സതീശനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. കഴിഞ്ഞ 5 വർഷത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, പോരാട്ടം, നിലപാട്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി, അദ്ദേഹത്തിൻ്റെ വിഷൻസ്, അതെല്ലാം പഠിച്ചുകൊണ്ട് അദ്ദേഹം 5 വർഷം കേരളത്തിൽ ഡേ നൈറ്റ് പ്രവർത്തിച്ചിട്ടാണ് ഇപ്പോൾ UDFനെ വിജയിപ്പിച്ചതെന്നും അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി വരേണ്ടതെന്നും കൃത്യമായി അറിയുന്ന ഒരാളാണ്, അംഗീകരിക്കുന്ന ആളാണ്, അദ്ദേഹത്തിന് അവകാശമായി കരുതുന്ന ഒരാളാണ്. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ബന്ധപ്പെട്ടില്ല. അതിൻ്റെ ഇടയിൽ 1-2 തവണ വിളിച്ചു കിട്ടിയിരുന്നു. അത് അദ്ദേഹം ആരാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയത്ത് രമേശ് ചെന്നിത്തലയോട് എനിക്ക് വിരോധമില്ല. അദ്ദേഹം ഏറ്റവും മാന്യനായ ഒരാളാണ്. എന്നെ ലാവ്ലിംഗ് കേസിൽ ഏറ്റവും അധികം സഹായിച്ചുള്ള ഒരാളാണ്. അന്ന് വീരേന്ദ്രകുമാറുമായി ബന്ധപ്പെട്ട് എനിക്ക് നന്നായി സഹായിച്ചെന്ന് മാത്രമല്ല, 2016 മുതൽ 2021 വരെ ഉള്ള കാലഘട്ടത്തിൽ അദ്ദേഹം സ്പ്രിംഗ്ലർ വിവാദമടക്കമുള്ള ഞെട്ടിക്കുന്ന അഴിമതികളുടെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ അതിന് ഫുൾ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. VD സതീശൻ ശക്തമായി അഴിമതിക്കെതിരെ പോരാടിയിട്ടുള്ള ആളാണെന്ന് എനിക്കറിയാം. KC വേണുഗോപാലിനെ എനിക്ക് നേരിട്ടറിയാം. അദ്ദേഹം AICCയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയതിൽ അഭിമാനിക്കുന്ന ഒരാളാണ്. മലയാളിയായ ഒരാൾ അങ്ങനെ ഒരു വലിയ സ്ഥാനത്തെത്തുക എന്ന മഹാഭാഗ്യമായിട്ട് കരുതുന്നു. മാത്രമല്ല, അദ്ദേഹം നാളെ ഭാവിയിൽ വലിയ നേട്ടങ്ങളുണ്ടാക്കി കേന്ദ്രത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം ഇപ്പോൾ കേരളത്തിലേക്ക് വരേണ്ട യാതൊരു സാഹചര്യവും ഇല്ല. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കുതികാൽ വെട്ടോട് കൂടിയിട്ട് ഇവിടെയുള്ള കുറേ MLA-മാർക്ക് പണം കൊടുത്തതെല്ലാം അദ്ദേഹമാണ്. അതുവഴി അവരൊക്കെ ചാക്കിട്ട് പിടിച്ച് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഇപ്പോൾ അവസാന നിമിഷം കൃത്യമായി മുഖ്യമന്ത്രിയാകേണ്ട VD സതീശനെ അട്ടിമറിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്ന രീതിയോട് അംഗീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതൊരു സത്യസന്ധമായ കാര്യമാണ്. അത് അദ്ദേഹത്തോടുള്ള വിരോധമല്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ PR വർക്ക് അദ്ദേഹം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് എനിക്ക് മാത്രമല്ല പലരെയും ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ പുറത്തുവിടുന്നത്. ഇപ്പോൾ ഞാൻ അഡ്വക്കേറ്റ് ജബി മതിലകത്തിന് വന്ന ഒരു മെസ്സേജുകളാണ്, വാട്സപ്പ് സന്ദേശമാണ്. ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്: പോസ്റ്റുകൾ കണ്ടു, ദയവ് ചെയ്ത് KC പക്ഷത്തേക്ക് വരണം, KCക്ക് വേണ്ടി പോസ്റ്റ് ഇടണം, ഞങ്ങൾ എന്ത് സഹായത്തിനും തയ്യാറാണ്, നല്ലൊരു സംഖ്യ റെഡിയാക്കി തരാം, ഇത്തവണ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണം, ഏറ്റവും യോഗ്യതയുള്ള നേതാവാണ്. അതിനകത്ത് അദ്ദേഹം മറുപടി അയച്ചെങ്ങനെ: പോസ്റ്റുകൾ കണ്ടു, ദയവ് ചെയ്ത് KC പക്ഷത്തേക്ക് വരണം, KCക്ക് വേണ്ടി ആ പോസ്റ്റ് ഇട്ട ശേഷം അതിന് മറുപടി ആയിട്ട് എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്ന ഈ പോസ്റ്റ് കൊണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല, തിരിച്ച് മറുപടി അയക്കുന്നു. 50K തരാം, സഹായിക്കണം, ആ KCയെ സപ്പോർട്ട് ചെയ്ത് തുടരെ പോസ്റ്റ് ഇടണം, സമയം പരിമിതമാണ് എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും മറുപടി വന്നിരിക്കുന്നു. എന്തൊരു അസംബന്ധമാണ് പറയുന്നത്. മണി പവർ KCക്ക് ആയിരിക്കും, എന്നാൽ VDSന് ജനഹൃദയങ്ങളിലാണ്, അത് മനസ്സിലാക്കിയാൽ നല്ലത്.
എന്നുള്ള മറുപടി കൊടുക്കുന്നു. സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് കിട്ടിയാൽ മതി, ബാക്കിയെല്ലാം ധാരണയായതാണ്, സഹായിക്കണം. അതിന് മറുപടി, ഒരിക്കലും നടക്കില്ല, ക്യാഷിലൊന്നും വീഴുന്നതല്ല VDSനോടുള്ള വ്യക്തിത്വം ഇഷ്ടം. മണി പവർ KCക്ക് ആയിരിക്കും, എന്നാൽ VDS ജനഹൃദയങ്ങളിൽ അത് എന്ന് പറഞ്ഞിട്ട് ഒരു മറുപടി അയച്ചതാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇത് ഒരു എവിഡൻസ് ആണ്. ഇത് എന്നോട് പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെയുള്ള സകല സോഷ്യൽ മീഡിയയിൽ VD സതീശന് അനുകൂലമായിട്ട് സത്യസന്ധമായി വാർത്ത ചെയ്ത ആൾക്കാർക്ക് ഇതുപോലെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ നേരിട്ടുള്ള 3 പേരാണ് എന്നെ ബന്ധപ്പെട്ടിട്ട് ഒരു വാർത്തയ്ക്ക് 25 രൂപ വരെ തരാം. എത്ര തവണ വാർത്ത ചെയ്തു? ഒരു 40 വാർത്ത ചെയ്താൽ എത്ര 10 ലക്ഷം രൂപ കിട്ടും, അല്ലെങ്കിൽ 100 വാർത്ത ചെയ്താൽ 25 ലക്ഷം കിട്ടും. പിന്നീട് ഓഫർ ചെയ്ത് 50,000 വരെ എത്തി. എന്നോട് ഞാൻ ഒരാളുടെ സംസാരം എത്ര ഇത് വളരെ ചുരുങ്ങിയതല്ലേ ചോദിച്ചപ്പോൾ 50,000 രൂപ വരെ തരാമെന്നാണ് ഒരു വീഡിയോയ്ക്ക് തരാമെന്ന് പറഞ്ഞത്. എങ്ങനെയാണ് ഇവിടുത്തെ പോക്ക്? ഇങ്ങനെയാണോ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത്? എന്ത് സദാചാര മൂല്യതയാണുള്ളത്? നമ്മൾ കഷ്ടപ്പെട്ടവർക്ക്, ത്യാഗം ചെയ്തവർക്ക്, അടിയും ഇടിയും കൊണ്ടവർക്ക്, കഴിഞ്ഞ 5 വർഷത്തെ ത്യാഗപൂർണമായ പ്രവർത്തനം നടത്തിയ VD സതീശനെ വെട്ടാൻ വേണ്ടി ഇത്രയധികം തരം താഴണോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്. KC വേണുഗോപാൽ അന്തസ്സോടുകൂടി പറയണം, ഞാൻ ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഞാൻ ഇലക്ഷനിൽ നിന്നിട്ടുമില്ല. ഇലക്ഷനിൽ നിന്ന് ജയിച്ച ഒരാളെ, അതിൽ നേതൃത്വം നയിച്ച ആളെ തന്നെ, ഇത്രയധികം വിജയം UDFന് ഉണ്ടാക്കിയ ആളെ തന്നെ നമ്മൾ മുഖ്യമന്ത്രിയാക്കണമെന്ന് അദ്ദേഹം ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഇവിടുത്തെ പ്രശ്നം. അതോടുകൂടി KC വേണുഗോപാലിനെ എല്ലാവരും തലയിലേറ്റി കൊണ്ടു നടക്കുകയും ചെയ്യും. അദ്ദേഹം നാളെ ഡൽഹിയിൽ വലിയൊരു സ്ഥാനത്ത് കേന്ദ്രമന്ത്രിയായി വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കേരളത്തിൻ്റെ അഭിമാനമായി നമ്മൾ അദ്ദേഹത്തെ കരുതും. പക്ഷേ ഇപ്പോൾ കാണിക്കുന്ന കുതികാൽ വെട്ടാണ്. അദ്ദേഹം ചതിയനായി ചരിത്രത്തിൽ രേഖപ്പെടുത്താതിരിക്കാൻ അദ്ദേഹം ആ നിലപാട് മാറ്റുക തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നന്ദി, നമസ്കാരം.